പക്ഷേ കുഞ്ഞാലിക്കുട്ടി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും എന്താ പറയുക മുന്തിയ വളരെ ഗംഭീരന്മാരായ നേതാക്കന്മാരിൽ ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത്. കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല തോറ്റത്, MK മുനീർ തോറ്റു, ET മുഹമ്മദ് ബഷീർ തോറ്റു, അങ്ങനെ പ്രമുഖ നേതാക്കൾ കോട്ടകൾ തകർന്നു. മലപ്പുറം ചുവന്നു. അതിനകത്ത് അത് തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് അതൊരു ലീഗ് പ്രവർത്തകർ കൊടുത്തൊരു അടിയായിരുന്നു, അതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു. ശരി, കുഞ്ഞാലിക്കുട്ടി ശരിക്കും മുഖ്യമന്ത്രി ആവാൻ പ്രാപ്തനായ UDFന്റെ ഒരു നേതാവ് തന്നെയാണ്. ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള അവലോകന പരിപാടിയാണ് ബിഗ് ഫൈറ്റ്. ഇന്ന് ഈ ലക്കത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായ 3 തവണ മന്ത്രിയും പലതവണ MLAയും MP ഒക്കെയുമായിരുന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലമായ വേങ്ങരയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി മുതിർന്ന മാധ്യമപ്രവർത്തകനായ മലപ്പുറം സ്വദേശി കൂടിയായ R സുഭാഷുണ്ട്. വേങ്ങര മണ്ഡലം PK കുഞ്ഞാലിക്കുട്ടിയാണ് 2011 മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലമാണ്. ഒരു പക്ഷേ അടുത്ത തവണയും അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കാനാണ് സാധ്യത. ഇടയ്ക്ക് മണ്ഡലം മാറുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അവിടെ തന്നെ തുടരുമെന്നാണ് ഇതുവരെയുള്ള നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ചിട്ട്. എന്താണ് വേങ്ങര മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷത? വേങ്ങര മലപ്പുറത്ത് മറ്റേത് മണ്ഡലം പോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തിയുള്ള സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് വേങ്ങര. വേങ്ങര രൂപപ്പെടുന്ന ഈ 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ്. അതിനുശേഷം വരുന്നത് 2011 ആ 2011 ആണ് അദ്ദേഹം അവിടെ PK കുഞ്ഞാലിക്കുട്ടി അവിടേക്ക് മത്സരിക്കാൻ വരുന്നത്. അവിടേക്ക് വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പുണ്ടായ പരാജയം, 2006 പരാജയം. അന്ന് KT ജലീലിനോട് പരാജയപ്പെട്ടു. അതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെ കുഞ്ഞാലിക്കുട്ടിയെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായും അത് പാർട്ടിക്കും വലിയ തോതിലുള്ളൊരു അത് അണികൾ കൊടുത്ത ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാണ് ഈ മണ്ഡലം പുനർനിർണ്ണയം വന്നതോടുകൂടി അദ്ദേഹം വേങ്ങരയിലേക്ക് വരുന്നു. വേങ്ങരയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടിയുടെ നാടാണത്. കുഞ്ഞാലിക്കുട്ടിയുടെ ഉമ്മയുടെ തറവാടാണ്, കുഞ്ഞാലിക്കുട്ടിയുടെ തറവാടാണ്. അപ്പോൾ ആ നാടുമായി അദ്ദേഹത്തിനുള്ള വലിയ ബന്ധങ്ങളുണ്ട്. പിന്നെ ഒരു തരത്തിലുള്ള ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധങ്ങളുള്ളത് കൊണ്ട് തന്നെ അത് കുഞ്ഞാലിക്കുട്ടിയുടെ നാടായി തുടർന്നു വന്നതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ അഹമ്മദ് മരിക്കുന്ന സമയത്ത് അദ്ദേഹം പാർലമെന്റിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. അത് കഴിഞ്ഞ് 2019 മത്സരിക്കുന്നു. പിന്നെ 2 തവണയും ജയിക്കുന്നു. അതെ, പിന്നെ അത് നാച്ചുറൽ. അവിടെ മലപ്പുറം ജില്ലയിൽ അത്തരത്തിൽ ലീഗിന്റെ സ്ട്രോങ് ഹോൾഡ്സ് ആയ സ്ഥലങ്ങളാണ്. സുലൈമാൻ സെട്ടും ബനാത്തുവാലയൊക്കെ ഉള്ള സമയത്ത് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലങ്ങളാണ്. അത് പണ്ട് എന്ന് വെച്ചാൽ പിന്നെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് പോലും അറിയാത്ത തരത്തിൽ ആളുകൾ വോട്ട് ചെയ്യുന്ന കാലമായിരുന്നു അത്. നമ്മുടെ ഒരു ഓർമ്മയിലാണ് ബനാത്തുവാലയും പിന്നെ സേട്ടു സാഹിബും ഒക്കെ ലീഗിന്റെ വരുന്നത്. രണ്ടുപേരും മണ്ഡലത്തിലേക്ക് വരാറില്ല. അടക്കം മത്സരിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ ലീഗിന്റെ ഒരു എന്താ പറയുക ഉറച്ച സ്ഥലങ്ങളായിരുന്നു പണ്ട് മുതലേ. അഖിലേന്ത്യാ നേതാക്കന്മാരെ പാർലമെന്റിൽ എത്തിക്കാനുള്ള 2 മണ്ഡലങ്ങളായിരുന്നു അത്. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം ഈ മലപ്പുറം മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു. 2019 കഴിഞ്ഞ് 2021 ആകുമ്പോഴേക്കും അദ്ദേഹം വീണ്ടും സംസ്ഥാനത്തിലേക്ക് വരണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു വെച്ചാൽ കുഞ്ഞാലിക്കുട്ടി തന്നെ തീരുമാനിക്കുന്നു. അദ്ദേഹം തിരിച്ച് വരുന്നു. 2019 വലിയ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം വിജയിക്കുന്നു. അപ്പോൾ ആ മണ്ഡലം വിട്ട് അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് പിന്നെ മലപ്പുറത്തേക്ക് മാറുന്നു എന്നൊക്കെയുള്ള ശ്രുതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോഴേക്കും ഈ ഇവിടെയുള്ള വേങ്ങരയുള്ള അണികൾ തന്നെ അദ്ദേഹത്തെ കണ്ട് അത് പറ്റില്ല എന്ന് പറയും. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ, തങ്ങളെ വിട്ടു പോകാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ പോകുന്നതാണ് അത്. മണ്ഡലം ഞാൻ പറഞ്ഞല്ലോ, അത് കുഞ്ഞാലിക്കുട്ടിയുടെ നാടായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ തരത്തിൽ ഈ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ പണ്ട് മുതലേ തന്നെ നേതാക്കന്മാർ അവരുടെ മണ്ഡലങ്ങൾ നോക്കുമായിരുന്നു. അതിൽ വലിയ ഉപേക്ഷ കാണിച്ചിരുന്നത് CPM നേതാക്കന്മാരായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറി. ഇപ്പോൾ എല്ലാവരും ആരും മണ്ഡലം നോക്കിയില്ലെങ്കിൽ ജയിക്കില്ല എന്നുള്ള അവസ്ഥയിൽ. പണ്ടൊക്കെ കല്യാശ്ശേരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ജയിച്ചു പോരുക, അവരെ ജയിപ്പിക്കുക എന്നുള്ള അവരുടെ ചുമതല. പിന്നെ തിരിച്ചു പോകണമെന്നൊന്നും ഇല്ല, അതായിരുന്നില്ല. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷൻ ഹിസ്റ്ററി വേങ്ങരയിൽ നോക്കിയാൽ 2011 അദ്ദേഹം ആദ്യം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 38,237 വോട്ടിനാണ് INL സ്ഥാനാർത്ഥി KP ഇസ്മായിലിനെ തോൽപ്പിക്കുന്നത്. 2016 വീണ്ടും അദ്ദേഹം തന്നെ മത്സരിക്കുന്നു. 38,057 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ CPMൻ്റെ അഡ്വക്കേറ്റ് PP ബഷീറിനെ തോൽപ്പിച്ചു. 2017
ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അദ്ദേഹം അത് INL ഒരു വർഷം കൊടുത്തതിന് ശേഷം CPM ആ മണ്ഡലം തിരിച്ചു ഏറ്റെടുക്കുന്നു. I അഹമ്മദ് മരിച്ചതിന് ശേഷം അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് മത്സരിക്കുന്നത് KN ഖാദറാണ്. അന്ന് KN ഖാദർ അഡ്വക്കേറ്റ് PP ബഷീറിനെ തോൽപ്പിക്കുന്നത് 23,310 വോട്ടിനാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം 15,000 വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. കുഞ്ഞാലിക്കുട്ടി മാറി നിന്നപ്പോൾ 15,000 വോട്ട് കുറഞ്ഞു. വീണ്ടും 2021 എത്തുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തന്നെ വീണ്ടും മത്സരിക്കുന്നു. CPMലെ P ജിജിയെ തോൽപ്പിച്ചത് 30,596 വോട്ടിനാണ്. അത്തരം ഒരു അതിൽ ശ്രദ്ധിച്ചാൽ അറിയാം. അതായത് 2011 ഏതാണ്ട് 63% വോട്ട് കുഞ്ഞാലിക്കുട്ടി നേടിയിട്ടുണ്ട്. രണ്ടാം ഘട്ടം വരുമ്പോഴേക്കും അത് 60ആയി. അതെ, പിന്നീട് അത് 53ആയി. പിന്നെ ഇദ്ദേഹം KN ഖാദർ മത്സരിക്കുന്ന സമയത്ത് 53% മറ്റാണ്. പിന്നീട് കുഞ്ഞാലിക്കുട്ടി വന്നപ്പോൾ അത് കൂടിയത് 0.5% മാത്രമാണ്. അതെ, വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് 2011 നിന്ന് തുടങ്ങി 2016 ആയപ്പോഴേക്കും ഏതാണ്ട് 10%-ലധികം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതെ, അതേ മണ്ഡലത്തിൽ നിന്ന് മാറി വന്നപ്പോൾ വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ. അതെ, അത് ലീഗിന്റെ വോട്ടിൽ അവിടെ കുറവ് വന്നിട്ടുണ്ട്. CPMന്റെ വോട്ടിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ആദ്യത്തെ 2011 INL കൊടുത്ത സീറ്റ് അവർ CPM ഏറ്റെടുത്തു. പിന്നീട് അവരായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പെർസെൻറ്റേജിൽ കൂടുതലും വരുന്നുണ്ട്. അതായത് 28 പിന്നെ അങ്ങനെ 25 എന്നുള്ളത് 28 ഇപ്പോൾ അത് 30%. കഴിഞ്ഞ അതിനിടയ്ക്ക് KN ഖാദർ മത്സര സമയത്താണ് 34% വന്നു. അപ്പോൾ വേങ്ങര പോലത്തെ ഒരു സ്ഥലത്ത് CPMന് നല്ല വോട്ടാണത്. ആ ലെവലിൽ അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഹിസ്റ്ററി നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ 1982 അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് ആദ്യമായി മത്സരിക്കുന്നു. 87 82 മത്സരിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു മലപ്പുറം മുനിസിപ്പൽ ചെയർമാനാണ്. അതെ, ഏറ്റവും പ്രായം കുറഞ്ഞ കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അതെ, വിദ്യാർത്ഥി പ്രവർത്തനത്തിലൂടെയൊക്കെ കടന്നു വന്നൊരു നേതാവാണ്. 82 തന്നെ വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിക്കുന്നത് മലപ്പുറത്തുനിന്ന്. 87 അവിടെ നിന്ന് പിന്നെ വീണ്ടും ജയിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ട് മാറുന്നത്. ഈ വേങ്ങര 2011 മണ്ഡലം രൂപീകരിച്ചപ്പോൾ അങ്ങോട്ട് മാറുന്നു. ആ മണ്ഡല പുനർനിർണയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു മാറ്റമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു പരാജയം നേരിടുന്നത് 2006 അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലൊരു വലിയ ഒരു ബ്ലാക്ക് മാർക്കായൊരു സംഭവമാണ്. അതായത് അന്ന് KT ജലീലിനോട് കുറ്റിപ്പുറത്തേക്ക് അദ്ദേഹം മണ്ഡലം മാറുകയും കൂടെ ചെയ്തിരുന്നു. അന്ന് 8781 വോട്ടിന് KT ജലീലിനോട് പരാജയപ്പെട്ടു. ഒരുപക്ഷെ അന്നത്തെ ഒരു ചർച്ചകൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്നൊക്കെയുള്ള ഒരു ചർച്ചകളും ആ ഘട്ടത്തിലൊക്കെ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഐസ്ക്രീം പാർലർ കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണങ്ങൾ അന്ന് ഉയർന്നു വന്നു. പക്ഷേ അദ്ദേഹം പിന്നീടുള്ള ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾ കാണുന്നത്. അത് അന്നത്തെ ഒരു ഇലക്ഷൻ നിങ്ങൾ നോക്കുക. ഈ മലപ്പുറത്ത് ഇതേപോലത്തെ അന്ന് കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല തോറ്റത്, MK മുനീർ തോറ്റു, ET മുഹമ്മദ് ബഷീർ തോറ്റു. അങ്ങനെ പ്രമുഖ നേതാക്കൾ ലീഗ് കോട്ടകൾ തകർന്നു. മലപ്പുറം ചുവന്നു എന്നുള്ളതൊക്കെയായിരുന്നു അന്നത്തെ ഒരു. അതിനകത്ത് അത് തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് അതൊരു ലീഗ് പ്രവർത്തകർ കൊടുത്തൊരു അടിയായിരുന്നു. അതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഇതല്ല നിങ്ങളുടെ രീതി, അല്ല ഇതാവരുത് നിങ്ങളുടെ രീതി എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പായിരുന്നു. അത് ശരിക്കും ഒരു സാധാരണ നേതാവാണെങ്കിൽ അതോടെ തീർന്നു പോകുമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. പക്ഷേ കുഞ്ഞാലിക്കുട്ടി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും എന്താ പറയുക മുന്തിയ വളരെ ഗംഭീരന്മാരായ നേതാക്കന്മാരിലെ ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത്. മാത്രമല്ല 2006 പരാജയത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടി മൊത്തത്തിൽ മാറുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു, രീതികൾ മാറുന്നു. അദ്ദേഹം ആ ഒരു കാര്യങ്ങളിൽ പൊതുജനങ്ങളുടെ മുമ്പാകെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അതിന് മാപ്പ് പറഞ്ഞ് അദ്ദേഹം വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. വേറൊന്നുള്ളത് മുസ്ലിം ലീഗിലിപ്പം നമ്മൾ ഏതെല്ലാം തരത്തിൽ അതിനെ നോക്കിയാലും അതിൻ്റെ ഒരു ആണിക്കല്ലായി നിൽക്കുന്ന ആൾ കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം പക്ഷേ തങ്ങൾമാരെ അവിടെ നിർത്തിയിട്ടാണ് ഇനി തങ്ങന്മാർ പറയും എന്ന് പറഞ്ഞ് തങ്ങന്മാരെന്താണോ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി പറയുന്നതാണ്, തീരുമാനം അദ്ദേഹം തന്നെ എടുക്കുന്നതാണ്. കാരണം വെച്ചാൽ അതിനുള്ളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തകർക്കുന്നത്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അമിക്കബിളായിട്ട് തീർക്കുന്നത്, പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നത് ഒക്കെ കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി ശരിക്കും മുഖ്യമന്ത്രി ആവാൻ പ്രാപ്തനായ UDFന്റെ ഒരു നേതാവ് തന്നെയാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നേതാവായി പോയി എന്നുള്ളൊരു കുറ്റം കൊണ്ടാകാം. അല്ലെങ്കിൽ അത് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങളടക്കം കേരളത്തിലെ എത്ര വലിയ സാമൂഹ്യ പ്രശ്നങ്ങളും അതൊരു ഏതെങ്കിലും ഒരു സംഘർഷത്തിലേക്കോ സംഘടനത്തിലേക്കോ മാറാതെ അത് കൊണ്ടു നടക്കുന്നതിൽ അത് ഇല്ലാതാക്കുന്നതിൽ ഉള്ള പങ്ക് വലിയ. ഈ ബാബറി മസ്ജിദിന്റെ തകർച്ച ശേഷം ഉണ്ടായ പ്രശ്നം ലീഗ് കൈകാര്യം ചെയ്യുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ്. ആ പ്രശ്നത്തിലാണല്ലോ അപ്പോൾ സുലൈമാൻ സേട്ട് അടക്കം പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നത്. പ്രധാനപ്പെട്ട വലിയ നേതാക്കന്മാരാണ് അന്ന് മുസ്ലിം ലീഗിലെ വലിയ PM അബൂബക്കറിനെ പോലുള്ള ആളുകൾ, UA ബീരാനെ പോലുള്ള ആളുകൾ
ഇവരൊക്കെയാണ് അന്ന് പാർട്ടി വിട്ടു പോകുന്നത്. ഒരു പക്ഷേ ഈ പാർട്ടി ലീഗ് തകരാൻ പോകുന്നു, കാരണം ബാബർ മസ്ജിദ് തകർന്നപ്പോൾ ലീഗ് അതിന് കാര്യമായ ഇടപെടൽ നടത്തിയില്ല എന്നൊക്കെയുള്ള വിമർശനം അന്ന് ഉയർന്നു വന്നിരുന്നു. പക്ഷേ അന്നെടുത്ത പൊസിഷനാണ് ശരിയെന്ന നിലയ്ക്കാണ് ഇപ്പം ചർച്ചകൾ വരുന്നത്. അല്ലെങ്കിൽ അന്ന് വലിയ സംഘർഷങ്ങളിലേക്ക് ഒരു പക്ഷേ പോകുമായിരുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഉറപ്പാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ശരിക്കും കൃത്യമായ തരത്തിൽ കാര്യങ്ങൾ നീക്കിയത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് അത്തരം സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത കഴിവുള്ള ഒരാളാണ്. പിന്നെ അതേപോലെ തന്നെ മുന്നണി, UDFൻ്റെ മുന്നണി സംവിധാനം ഇതേപടി നിലനിർത്തി പോകുന്നതിൽ വലിയ പങ്ക് അദ്ദേഹം വഹിക്കുന്നുണ്ട്. AK ആന്റണിയുടെയും കരുണാകരൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ തന്നെ കുഞ്ഞാലിക്കുട്ടി ആയിരുന്നു നേതാവായിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഏതെങ്കിലും ഒരു വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ആ തരത്തിൽ കൊണ്ടു നടക്കാനുള്ളൊരു അസാമാന്യമായ കഴിവുള്ള ആൾ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി. ഒരു പൊളിറ്റിക്കൽ മീഡിയേറ്റർ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ സംഘർഷ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കാനുള്ള, അതേപോലെ തന്നെ ഇപ്പം ചന്ദ്രിക പോലെയുള്ള പത്രങ്ങളുടെ കാര്യം, അതെ, അത്തരം കാര്യങ്ങളിലൊന്നും ബാക്കിയുള്ള നേതാക്കന്മാരൊന്നും കാര്യമായ പങ്കുവയ്ക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ അതിനുള്ള ഫണ്ട് കണ്ടെത്തുന്ന അടക്കം മുഴുവൻ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. പല നേതാക്കന്മാരും അതിൻ്റെ മെച്ചങ്ങൾ സ്വീകരിച്ച് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാതെ പോകുമ്പോഴും കൃത്യമായ തരത്തിൽ അതിനെയൊക്കെ ആ പാർട്ടി സംവിധാനങ്ങളെ കൃത്യമായി കൊണ്ടു നടക്കുന്നതിനകത്ത് അദ്ദേഹം വലിയ പങ്കുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഭവം, പലപ്പോഴും സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനം വളരെ സ്ട്രോങ് ആണ്. അതിന് താഴെത്തട്ടിൽ എന്താ പറയുക, നമ്മൾ സ്വിച്ച് ഇട്ടാൽ ചലിക്കുന്നത് പോലെയുള്ള ഒരു സംഘടനാ സംവിധാനമുണ്ട്. കേഡർ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് CPM-നൊക്കെ ഉള്ള പോലെ, നേരത്തെ CPM-ന് ഉണ്ടായിരുന്ന പോലെ ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനം ലീഗാണ്. ഒരു ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ഒരു നീക്കം ലീഗിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുകയും കുഞ്ഞാലിക്കുട്ടിയെ ഒതുക്കുന്ന രീതിയിലേക്കൊക്കെ എത്തുന്ന എന്ത് തോന്നൽ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ എളുപ്പത്തിൽ തന്നെ അതിനെ മറികടന്ന് തിരിച്ചു വന്നു. അതിൽ ഏതെങ്കിലും ഒരു തീവ്ര നിലപാട് എന്ന തരത്തിലേക്ക് ഒരിക്കലും കുഞ്ഞാലിക്കുട്ടി പോവില്ല. അതായത് ഒരു പാർട്ടി നിലപാടുകളിൽ പോലും അതിനകത്ത് അതൊരു ബഹുസ്വര സമൂഹം ആണ് എന്ന തിരിച്ചറിവോടുകൂടി വളരെ അവധാനതയോടുകൂടിയാണ് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടു നടക്കുക. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ ലീഗിലും അദ്ദേഹത്തിനെ വെല്ലാൻ പറ്റുന്ന തരത്തിൽ ഈ സംഘടനാശേഷിയുള്ള സംഘടനാ ഗുണങ്ങളുള്ള അണികളുമായിട്ട് അത്രയും ആത്മബന്ധമുള്ള നേതാക്കന്മാർ അധികം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അണികൾ അദ്ദേഹത്തെ ആ രീതിയിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിഷയം. നമ്മൾ വേങ്ങര മണ്ഡലത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നാൽ, വേങ്ങര മണ്ഡലത്തിൽ ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. മണ്ഡലം എന്ന് പറയുന്നത് 6 പഞ്ചായത്തുകളാണ്. വേങ്ങര, അബ്ദുറഹ്മാൻ നഗർ, കുന്നമംഗലം, ഊരകം, പറപ്പൂർ, ഒതുക്കുങ്ങൽ എന്നീ പഞ്ചായത്തുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അവസാനം നടന്ന തെരഞ്ഞെടുപ്പ്. ആ പഞ്ചായത്തുകളിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് UDF വലിയ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, അപ്പോൾ എല്ലാ തവണയും നമ്മൾ കേൾക്കാറുള്ളൊരു കാര്യം, പലരുടെയും കാര്യത്തിൽ പറയാറുള്ള പോലെ, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഏറ്റവും ശക്തനായ നേതാവിനെ, സ്ഥാനാർത്ഥിയെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും, അദ്ദേഹത്തെ ഇത്തവണ പരാജയപ്പെടും. അതൊരു ചരിത്രത്തിൽ ഒരു തവണ സംഭവിച്ചു, 2006 സംഭവിച്ചു. പക്ഷേ ഇനി അങ്ങനത്തെ സാധ്യതകൾ ഏതെങ്കിലും തരത്തിൽ വേങ്ങരയിലുണ്ടെന്ന് നമുക്ക് പറയാം. ഇതിൽ ഇപ്രാവശ്യം അവിടെ കുഞ്ഞാലിക്കുട്ടിയെ വെല്ലാൻ തക്കവണ്ണമുള്ളൊരു നേതാവിനെ CPM-ന് ഇറക്കാൻ പ്രയാസമാണ്. കുറ്റിപ്പുറത്തെ പരാജയം എന്നുള്ളത് വേറൊരു ആസ്പെക്റ്റിൽ നമ്മൾ കണ്ടേ പറ്റും. ഇവിടെ ആ ലെവലിൽ അദ്ദേഹത്തിനെതിരെ വരാൻ സാധിക്കില്ല. കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു സ്വതന്ത്രൻ മത്സരിച്ചിരുന്നു, സബാഹ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഏതാണ്ട് 11,000 വോട്ട് പിടിക്കുകയും ചെയ്തു. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോട്ടിൽ ഒരു ചെറിയ കുറവ് വന്നു എന്നുള്ളത്. അദ്ദേഹം അവിടുത്തെ ഒരു പ്രാദേശിക ആളാണ്, പിന്നെ സ്പോർട്സ് തൽപരനായ ഒരാളാണ്, അത്തരം കാര്യങ്ങളുമായി നിൽക്കുന്ന, നാട്ടിൽ ഒരു പൊതുകാര്യ പ്രസക്തനായി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം സ്വന്തമായി നിന്നാണ് 11,000 വോട്ട് പിടിച്ചത്. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് ഒരു ഇടതുപക്ഷത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ INL ഒരു തവണ വെല്ലുവിളി ഉയർത്തിയിരുന്നു. അതുപോലെ തന്നെ PDP കുഞ്ഞാലിക്കുട്ടിക്ക് വെല്ലുവിളി ഉയർത്തിയിരുന്നു. പിന്നെ SDP 2-3 തവണ ഒരു സ്ഥാനാർത്ഥികളെ മത്സരിച്ചിരുന്നു. അപ്പോഴൊന്നും പക്ഷേ അദ്ദേഹത്തെ ഒരു 3,000-4,000 ആ ഒരു പിന്നെ ഇതിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മാത്രം 8,000-ൽ പരം വോട്ട് കിട്ടി. ബാക്കിയൊക്കെ 4,000, 3,000, 5,000 വോട്ടിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ഈ അവസാനത്തെ 2021 ഇലക്ഷനിൽ അവർ മത്സരിച്ചിട്ടുമില്ല, SDP മത്സരിച്ചിട്ടുമില്ല. എന്തെങ്കിലും വിജയപ്രതീക്ഷയോടെ അല്ല, സ്ഥാനാർത്ഥി എന്ന മട്ടിൽ ചിലപ്പോൾ ഈ സബാഹിനെ പരിഗണിച്ചേക്കാം LDF. അതല്ലാതെ ഏതെങ്കിലും എന്നാൽ പിന്നെ ഒരു കടുത്ത മത്സരം കൊടുത്തു കളയാം എന്ന് കരുതി അവിടെ നിർത്താൻ അവൾക്ക് ആളുകളില്ല. അങ്ങനെ വിചാരിച്ചാലും അങ്ങനെ ഒരാളെ നിർത്താനില്ല എന്നുള്ള പ്രശ്നം കൂടെ ഉണ്ട്. ഇല്ല, ഇനി അങ്ങനെ നിർത്തിയാലും അവിടെ ഒരു കാര്യമില്ല. ഇല്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി വെങ്ങരയിൽ അജയ്യനാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ LDF അതിന് പകരം
ഒരു വലിയ ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമോ, അവർ പറയാറുള്ളത് പോലെ കൊണ്ടുവരുമോ എന്നൊക്കെയുള്ള നമ്മൾ കാത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. അതെ. അപ്പോൾ അത് ആ നിലയിൽ ഇപ്പോഴത്തെ നിലയിൽ വീണ്ടും ആവർത്തിക്കാം, കുഞ്ഞാലിക്കുട്ടിയെ തൽക്കാലം പരാജയപ്പെടുത്താൻ കഴിയുന്നൊരു സാഹചര്യം LDF-നില്ല. LDF-ന് ഇപ്പോഴത്തെ നിലയിലില്ല. അല്ല, ഒരു പക്ഷേ അതിനെന്തെങ്കിലും പരിഹാരം അവർ കണ്ടെത്തുമെന്ന് അറിയില്ല. കാരണം അങ്ങനെ ഒരു പ്രതീക്ഷയാണല്ലോ തെരഞ്ഞെടുപ്പ് അങ്ങനെ ശക്തമായ ഒരു മത്സരമായി മാറണമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള വലിയൊരു മത്സരം കാഴ്ചവെക്കുകയും 2006 സംഭവിച്ചതുപോലെ സംഭവിക്കുമെന്നൊക്കെ രാഷ്ട്രീയമായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.